നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ ദൈവമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ പ്രഭാത വന്ദനം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 25 എപ്പിസോഡുകളിലൂടെ പരിശുദ്ധ നോമ്പിനെപ്പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, പരിശുദ്ധ നോമ്പിലെ പ്രധാന അംശങ്ങളെപ്പറ്റിയൊക്കെ നാം വിചിന്തനം ചെയ്യുകയായിരുന്നു. പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ നാം വിചിന്തനം ചെയ്തു. ഇനി നാം പരിശുദ്ധ കർത്തൃപ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധ കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, അതിമനോഹരമായ പ്രാർത്ഥന, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവോന്മുഖമാക്കുന്നതിനുള്ള ഭക്തിസാന്ദ്രമായ, സാന്ദ്രമായ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. കർത്താവ് പഠിപ്പിച്ചതിൽ അതിനാൽ തന്നെ അതിന് മഹത്വം കൂടുകയാണ്. പരിശുദ്ധമായ കർത്തൃപ്രാർത്ഥനയിൽ 7 അപേക്ഷകളാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. ഒന്ന്, നാം പറഞ്ഞത്, സ്വർഗസ്ഥനായ ദൈവമേ, പിതാവേ, നിൻ്റെ നാമം പൂജിതമാകണം. ദൈവത്തിൻ്റെ നാമം, അതിൻ്റെ പ്രാധാന്യത്തെ, വിശുദ്ധിയെ പറ്റി നാം വിചിന്തനം ചെയ്തു. രണ്ടാമത് പറഞ്ഞു അവിടുത്തെ രാജ്യം വരണം. അടുത്തത്, അവിടുത്തെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ മൂന്നാമത്തെ ആശയം നമുക്ക് അല്പമായി ഒന്ന് വിചിന്തനം ചെയ്യാം. അവിടുത്തെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അവിടുത്തെ തിരുഹിതം എന്താണ്? കർത്താവ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു പറയുന്നു, പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞാനിതാ വന്നിരിക്കുന്നു. അവിടുത്തെ ഹിതം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അനുഭവത്തിലേക്ക് വളർന്ന്, ആബാ പിതാവേ എന്ന അനുഭവത്തിലായിത്തീർന്ന്, മറ്റുള്ളവരെ തന്നെപ്പോലെ സ്നേഹിച്ചുകൊണ്ട്, നിൻ്റെ സഹോദരനെ, നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക, ശത്രുവിനെയും സ്നേഹിക്കുക. അങ്ങനെ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയുടെ പ്രത്യേകമായ അനുഭവമാണ് അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പരിശുദ്ധനായ പിതാവേ, നിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞാനിതാ വന്നിരിക്കുന്നുവെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഗാഗുൽത്താമലയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ഹിതമെന്തോ അത് നിറവേറണം. പിതാവിൻ്റെ ഹിതം, അതാണ് പുത്രൻ അന്വേഷിച്ചത്. നമുക്കും ഈ ഹിതമല്ലാതെ, പുത്രൻ അന്വേഷിച്ച ഹിതമല്ലാതെ മറ്റെന്ത് ഹിതമാണുള്ളത്? നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് ചേർത്ത് വയ്ക്കണം. യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, അവിടുത്തെ മനോഭാവത്തോടും അവിടുത്തെ മനസ്സാക്ഷിയോടും ഹൃദയത്തോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം ആരായുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം ആരായണമെങ്കിൽ മറ്റെല്ലാത്തിനെയും നാം മാറ്റി നിർത്തി ദൈവത്തിന് മുൻപിൽ ഒരു തുറന്ന പുസ്തകമായി മാറണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമായി, വ്യക്തിത്വമായി മാറണം. പരിശുദ്ധ മറിയം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഗാനമായി നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചത്. അവിടുത്തെ ഹിതം നിറവേറട്ടെ,
ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിളിക്കപ്പെട്ട വിളി നാം ഉൾക്കൊണ്ടാൽ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരമായി നമുക്ക് തോന്നും. നമ്മുടെ ഇഷ്ടം നിറവേറ്റുവാൻ പരിശ്രമിച്ചാൽ കണ്ടിടത്തോളം അതെല്ലാം വ്യർത്ഥമാണ്. മനുഷ്യൻ്റെ ഇഷ്ടങ്ങളും ഹിതങ്ങളുമെല്ലാം ലൗകികമാണ്, ജഡീകമാണ്, പൈശാചികമാണ്. ഈ ഹിതത്തെ അല്ല മനുഷ്യൻ ആരായേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം അത് അതുല്യമാണ്, അഭൗമികമാണ്, അത് വിശുദ്ധമാണ്, അത് ശ്രേഷ്ഠമാണ്, അത് ദൈവാനുഭവമാണ്. ഈ ഹിതം ആരായുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ നോമ്പിൽ ദൈവത്തിൻ്റെ ഹിതം ആരായുവാൻ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ഞാൻ അല്പമായിട്ട് ഇതിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു പ്രത്യേക അനുഭവത്തിലായി തീർന്നുകൊണ്ട് ദൈവഹിതാന്വേഷികളായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. അല്പം തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.